ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ കാര്യമാണല്ലോ SDPIയുടെ രാഷ്ട്രീയ പിന്തുണ എന്നത്. മഞ്ചേശ്വരം സ്ഥാനാർത്ഥിത്വം മുതൽ SDPI വോട്ട് ആർക്ക് കൊടുക്കുന്നു, ആർക്ക് കിട്ടുന്നു, എന്താണ് സംഭവിക്കുന്നത്, SDPI വോട്ട് സ്വീകരിക്കാമോ ഇല്ലയോ, VD സതീശൻ തള്ളിപ്പറയുന്നു, LDF ഒന്നും പറയുന്നില്ല, CPM പറയുന്നില്ല, മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരുന്നത്. SDPIയുമായി ബന്ധപ്പെട്ട നിരന്തരമായ ചർച്ചകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിലും ഇന്ന് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ആ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഒരു മുന്നണിക്കും പിന്തുണ കൊടുക്കുക എന്നുള്ള നയം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഏതെങ്കിലും മുന്നണികൾ ഞങ്ങളോട് പിന്തുണ തേടിയിട്ടില്ല. പിന്തുണ തേടാത്ത ഒരു കാര്യത്തിന് ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ കഴിയില്ല. ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അത് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. അങ്ങനെ അത് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത്. കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നേമത്തടക്കം അത് LDF സ്ഥാനാർത്ഥിയായ V ശിവൻകുട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. BJP തോൽക്കാൻ ഉതകുന്ന നയസമീപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് CPI ലത്തീഫ് മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും SDPIയുമായി ബന്ധപ്പെട്ട വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് LDFന് പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും കഴിയുന്നു. പക്ഷേ എങ്കിൽ പോലും CPI ലത്തീഫ് വളരെ കൃത്യമായിട്ട് എന്ന് പറയുന്നത്, ഏതെങ്കിലും മുന്നണികൾ ഞങ്ങളെ പിന്തുണ തേടി വന്നിട്ടില്ല എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് ധാരണയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. ഏതായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വോട്ടൊക്കെ പെട്ടിയിലായി, എല്ലാവരും കണക്കൂട്ടലിലാണ്. SDPIയുടെ കണക്കൂട്ടൽ എങ്ങനെയാണ് സംസ്ഥാനത്ത്? ടൈറ്റ് മത്സരമാണ് നടന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഒരു ഈസി വാക്ക് ഓവറിൽ വരാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഈ നേമത്ത് ഏതായാലും LDF സ്ഥാനാർത്ഥി പിന്തുണച്ചു എന്ന് പറയുന്നു. ഈ BJP ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മഞ്ചേശ്വരത്തടക്കം എന്താണ് SDPI സ്വീകരിച്ച നിലപാട്? അവിടെ നമ്മൾ ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. നമ്മുടെ ഒരു വിശ്വാസം, നമ്മളൊരു പഠനം, കേരളത്തിൽ BJPക്ക് എവിടെയും ഒരു സീറ്റും കിട്ടാം. അപ്പോൾ നേമത്ത് രാജഗോപാൽ ജയിച്ച സമയത്ത് പറയപ്പെട്ടിരുന്നൊരു വിവാദം, കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് പോയി എന്ന് അന്ന് വലിയ വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മുന്നണിയിലെ ഒരു കക്ഷിയുടെ പിന്തുണയില്ലാതെ BJP ജയിച്ച ചരിത്രം ഇപ്പോൾ കേരളത്തിലില്ല. അപ്പോൾ അതായത് ഈ കോൺഗ്രസിന്റെ ഭാഗത്താണ് വോട്ട് ചേർന്ന് പറഞ്ഞത് രണ്ടിടത്തും. അപ്പോൾ മഞ്ചേശ്വരത്ത് കാര്യങ്ങൾ ക്ലിയർ ആണോ? നിങ്ങൾ ഈ കോൺഗ്രസിനാണ് അല്ലെങ്കിൽ UDFനാണ് വിജയസാധ്യത എന്നാണോ കരുതിയത്? രണ്ടാം സ്ഥാനത്ത് നിന്ന് അതോ LDF ആണെന്നുള്ള കരുതിയിട്ടാണോ സഹായിച്ചിരിക്കുന്നത്? അല്ല, ഞങ്ങൾ അവിടെ ഒരു പ്രത്യേകമായ ഒരു രീതി സ്വീകരിച്ചിട്ടില്ല. മൊത്തത്തിൽ BJP ജയിക്കാതിരിക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു എന്നൊക്കെയുള്ള നിരീക്ഷണം വരുന്നുണ്ട്. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അതിൽ രണ്ട് കാര്യമുണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അങ്ങനെ ഏകീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം സംസ്ഥാനത്തുടനീളം നിങ്ങൾ ഒറ്റ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്, അതായത് ഒരു മുന്നണിയെ പിന്തുണയ്ക്കാമെന്നുള്ള തീരുമാനമാണ്. യെസ്, അങ്ങനെ തന്നെയാണ്. ഒരു മുന്നണിയെ പിന്തുണയ്ക്കാൻ ഞാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ട് ആ മുന്നണി, ഇപ്പം പറയുന്നില്ല എന്ന് പറഞ്ഞത്, എന്തുകൊണ്ട് ആ മുന്നണിയെ പിന്തുണയ്ക്കാമെന്ന് തീരുമാനിച്ചു? അല്ല, അത് നമുക്ക് ഈ സ്റ്റേറ്റിൻ്റെ പൊതു താല്പര്യം വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു മുന്നണിയും നമ്മളോട് വോട്ട് ചോദിച്ച് അഭ്യർത്ഥിച്ചിട്ട് ഞങ്ങൾ പിന്തുണക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് സത്യത്തിൽ ഇത് പറയാത്തതും. ആവശ്യപ്പെടാതെ നമ്മൾ കൊടുക്കുന്ന ഒരു വോട്ട് പിന്നീട് എന്തിന് നമ്മൾ അതിന് വിവാദമാക്കി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ഒരു VD സതീശൻ്റെ പ്രസ്താവന വന്ന് SDPIയുടെ വോട്ട് വേണ്ട എന്നുള്ളത്. പിന്നെ LDFിൻ്റെ ഭാഗത്തുനിന്നും ആരും വോട്ട് വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പുറം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പറഞ്ഞിരുന്നു, VD സതീശൻ SDPIയുടെ കാര്യത്തിൽ അദ്ദേഹം നേരത്തെ എടുത്ത തീരുമാനം മാറ്റിയാൽ UDFനെ പിന്തുണയ്ക്കുന്ന കാര്യം ആലോചിക്കാന്ന്. ഏതായാലും അദ്ദേഹം ആ തീരുമാനം മാറ്റിയില്ല. അതുകൊണ്ട് പിന്നെ UDFനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമായിരുന്നോ? അല്ല, തീരുമാനം മാറ്റിയില്ല. ഞങ്ങളും തന്നെ ഞങ്ങളുടെ തീരുമാനം, ഞങ്ങൾ ഒരു പ്രത്യേകിച്ചൊന്നും പുറകോട്ട് പോയിട്ടുമില്ല. ഇപ്പം ഇനി ഒരു തുടർഭരണത്തിന്റെ സാഹചര്യമാണോ കേരളത്തിൽ? അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ടോ? തള്ളിക്കളയാൻ കഴിയില്ല. തുടർഭരണത്തിനുള്ള സാധ്യതയും നിരാകരിക്കാൻ പറ്റൂല. SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് സാഹിബ് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്, BJP തോൽക്കാൻ ഉതകുന്ന രീതിയിലുള്ള നയസമീപനങ്ങൾ SDPI സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ഒരു മുന്നണിക്ക് തന്നെയാണ് വോട്ട് നൽകിയത്. ഒരു മുന്നണിയും ഞങ്ങളുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടില്ല. ഒരു മുന്നണിയും ഞങ്ങളെ തേടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ആർക്ക് കൊടുത്തു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ചിട്ട് കാര്യമില്ല.
അത് ഞങ്ങൾ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് CPA ലത്തീഫ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. മഞ്ചേശ്വരത്തടക്കം ബി ജെ പി തോൽക്കുന്നതിനുതകുന്ന തീരുമാനമെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി ഒരു തരംഗമുണ്ടാവുന്ന സാഹചര്യമില്ല. ഈക്വൽ ഫൈറ്റാണ്, നെക്ക് ടു നെക്ക് ഫൈറ്റാണ് എന്നത്. ഭരണ തുടർച്ചയുണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും ഇതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ്. അപ്പോൾ SDPI സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ കേരളത്തിൽ ഒരു മുന്നണിക്ക് മാത്രമാണ് SDPI വോട്ട് നൽകിയിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. VD സതീശൻ നേരത്തെ തന്നെ SDPI വോട്ട് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അത് VD സതീശന്റെ നിലപാടിൽ പിന്നീട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ SDPI നിലപാടും മാറ്റേണ്ടതില്ല എന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ട്. VD സതീശൻ SDPI വോട്ട് വേണ്ട എന്ന് പറയുകയും LDF SDPI വോട്ട് തള്ളാതിരിക്കുകയും, അതായത് SDPI വോട്ട് നൽകുന്നുണ്ടെങ്കിൽ അത് നൽകിക്കോട്ടെ, വോട്ട് ചെയ്തോട്ടെ എന്നുള്ള നിലപാടുമാണ് സ്വീകരിച്ചത്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം സ്വാഭാവികമായിട്ടും SDPI വോട്ടുകളുടെ ഗുണഭോക്താവ് LDF ആയിട്ട് മാറും. അത് CPM അടക്കമുള്ള പാർട്ടികളായിട്ട് മാറും. അതാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത. എങ്കിൽ പോലും BJP സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJPയെ തോൽപ്പിക്കാനുതകുന്ന നയസമീപനം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ പോലും സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സാധ്യതകളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറയുന്നതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ UDFന്റെ VD സതീശൻ വോട്ട് വേണ്ട എന്ന് പറയുന്നു. LDF ആണെങ്കിൽ തള്ളി പറയുന്നില്ല. മറ്റൊരു തലത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ ഒറ്റ തീരുമാനമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. BJPക്ക് ഒരിടത്തും കേരളത്തിൽ വിജയ സാധ്യതയില്ല. BJP ജയിക്കാൻ പോകുന്നില്ല. സംസ്ഥാനത്ത് ഒട്ടാകെ തന്നെ ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മഞ്ചേശ്വരത്തടക്കം BJPയെ പരാജയപ്പെടുത്തുന്നതിനുതകുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മറുപടികളായി പറയുന്നത്. ഒരു മുന്നണിയും പിന്തുണ തേടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും പ്രഖ്യാപിക്കാനും കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഈ പറയുന്ന വരികൾക്കിടയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ഗുണഭോക്താവ് LDF വോട്ടുകൾ വേണ്ട എന്നുള്ള നയസമീപനം സ്വീകരിച്ച VD സതീശന് പകരം SDPI വോട്ടുകൾ കിട്ടിയാൽ സ്വീകരിക്കും എന്നുള്ള നയം സ്വീകരിച്ച LDFന് ഗുണകരമാവുന്ന ഒരു നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ SDPI സ്വീകരിച്ചിരിക്കാനാണ് സാധ്യത കൂടുതൽ.